ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള അസ്ത്ര മിസൈൽ, ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ. അസ്ത്ര MK-1 ഉണ്ട്, MK-2 ഉണ്ട്. രണ്ടിനും നിരവധിയായിട്ടുള്ള പ്രത്യേകതകളുമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യയുമായിട്ട് ഇന്ത്യ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. ഈ അസ്ത്ര മിസൈലിൻ്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്തോനേഷ്യക്ക് കൊടുക്കുമെന്നുള്ളതാണ്. അസ്ത്ര MK-2ലേക്ക് വരുമ്പം എത്രമാത്രം റേഞ്ചാണോ MK-1-നുള്ളത്, അതിനെക്കാട്ടിലും വലിയ വ്യാപ്തിയിൽ MK-2-ന് സഞ്ചരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുമാത്രമല്ല, നിരവധിയായിട്ടുള്ള മറ്റ് ചില പ്രത്യേകതകളുമുണ്ട്. ഈ MK-2-നെ 1-ൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തി നിർത്തുന്നത് എന്തൊക്കെയാണ്? ഗൗതം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അസ്ത്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ ഇന്ത്യയുടെ മിസൈൽ ടെക്നോളജിയുടെ ഒരു വളർച്ചയിൽ ഒരു നാഴികക്കല്ലാണ്. ഈ അസ്ത്ര MK-1 അതിന്റെ ആദ്യത്തെ വെർഷൻ റേഞ്ച്, അതിന്റെ ദൂരപരിധി വെറും 110 കിലോമീറ്റർ ആയിരുന്നു. പക്ഷെ ഈ അടുത്ത ദിവസങ്ങളിൽ അത് 160 കിലോമീറ്ററായി വർദ്ധിപ്പിക്കുക മാത്രമല്ല, പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയാക്കി അത് വ്യോമസേനയുടെ ഭാഗമാവുകയും ചെയ്തു. ഇപ്പോ പരീക്ഷണങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായ ഘട്ടത്തിലാണ് അസ്ത്ര MK-2. അപ്പൊ നമ്മള് അസ്ത്ര MK-1 ആണ് ഇന്തോനേഷ്യക്ക് വിൽക്കാനായിട്ടുള്ള ഒരു കരാറിലെത്തിയത്. അത് 110 കിലോമീറ്റർ റേഞ്ചിന്റെ ആണ്. 160 കിലോമീറ്റർ റേഞ്ചിന്റെ നമ്മളിപ്പോ തൽക്കാലം ആർക്കും വിൽക്കില്ല, നമ്മളുടെ മാത്രം ആവശ്യത്തിനായിരിക്കും. അപ്പോ നമ്മളിപ്പോ സംസാരിക്കാൻ പോകുന്നത് അസ്ത്ര MK-2-നെ കുറിച്ചാണ്. അസ്ത്ര MK-2 ദൂരപരിധിയിൽ മാത്രമല്ല അസ്ത്ര MK-1-നേക്കാൾ മികച്ചത്. അത് ഒരുപക്ഷെ ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എയർ ടു എയർ മിസൈൽ അഥവാ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളിൽ ഒക്കെ തന്നെ മികച്ചതാവാനുള്ള ഒരു സാങ്കേതിക വിപ്ലവം കൂടിയാണ്. അതായത് അതിലെ റേഞ്ച് മാത്രമല്ല കൂടുതൽ, അതിലെ വിപ്ലവകരമായ സാങ്കേതിക വിദ്യകളൂടെ. വിപ്ലവകരമെന്ന് ഞാൻ പറയുമ്പോൾ അത് പുതിയ സാങ്കേതിക വിദ്യ എന്നല്ല, പക്ഷെ നിരവധി സാങ്കേതിക വിദ്യകൾ ഒരു മിസൈലിൽ കൂട്ടിച്ചേർത്തത് ആ മിസൈല് ആധുനിക ലോകത്തെ ഇലക്ട്രോണിക് യുദ്ധം കൊണ്ട് ഒരു തരത്തിലും ആ മിസൈലിനെ തടയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അപ്രതിരോധമായ ഒരു ആക്രമണ സംവിധാനമായിട്ട് ആ മിസൈലിനെ മാറ്റിയിരിക്കുന്നു എന്നാണ് പുതിയ വാർത്തകൾ വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ റേഞ്ച് പരിശോധിക്കാം, പിന്നീട് നമുക്ക് അതിന്റെ സാങ്കേതിക മികവും ഇലക്ട്രോണിക് യുദ്ധത്തെ നേരിടാനുള്ള അതിന്റെ ശേഷിയെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. എന്താണ് അതിന്റെ റേഞ്ച്? നമ്മൾ പറഞ്ഞു, ഇപ്പോ വർദ്ധിപ്പിച്ച റേഞ്ചുള്ള അസ്ത്ര MK-1 160 കിലോമീറ്റർ ആണ് റേഞ്ച്. അസ്ത്ര MK-2-ൽ എത്തുമ്പോൾ അതിന്റെ റേഞ്ച് ഏതാണ്ട് 220 മുതൽ 240 കിലോമീറ്റർ വരെയായി വർദ്ധിക്കുന്നു. അതാണ് റേഞ്ചിന്റെ കാര്യത്തിലുള്ള വ്യത്യാസം. ഡുവൽ പൾസ് മോട്ടോർ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിനേക്കാൾ ഒക്കെ പ്രാധാന്യമുള്ള ഒരു കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, ഈ മിസൈല് സാധാരണഗതിയിൽ ഈ ഡുവൽ പൾസ് ലോങ് റേഞ്ച് ഡുവൽ പൾസ് മിസൈലുകൾ, എയർ ടു എയർ മിസൈലുകൾ റേഡിയോ ഫ്രീക്വൻസി സീക്കറിന്റെ ആക്റ്റീവ് റേഡിയോ ഫ്രീക്വൻസി സ്വീക്കറാണ്. അത് ഉപയോഗിച്ചാണ് അത് ലക്ഷ്യസ്ഥാനത്തെ കണ്ടുപിടിക്കുന്നത്. പക്ഷെ ആ റേഡിയോ ഫ്രീക്വൻസി സീക്കറിനോടൊപ്പം ഇൻഫ്രാറെഡ് സീക്കറുകളും അതുപോലെ തന്നെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ സീക്കറുകളും കൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു മിസൈൽ സംവിധാനമായിരിക്കും ഈ ഞാനിപ്പോ പറഞ്ഞ അസ്ത്ര MK-2 എന്നത്. അതായത് ഇപ്പോഴുള്ള സാധാരണഗതിയിലുള്ള അസ്ത്ര MK-1 ഒക്കെ അതില് ഈ റേഡിയോ ഫ്രീക്വൻസി, അതായത് സീക്കർ എന്ന് പറയുന്ന ഒരു റഡാർ പോലുള്ള ഒരു വസ്തുവാണ്, അല്ലെ ഒരു സംവിധാനമാണ്, സജ്ജീകരണമാണ്. അതിൽ നിന്നുള്ള റേഡിയോ തരംഗങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ചെന്നിട്ട് അത് തിരിച്ചു വരുമ്പോഴാണ് അവിടെ ലോക്കിൻ ആകുന്നത്. അങ്ങനെ ലോക്കിൻ ആകുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ മിസൈൽ ചെന്നിടിക്കുമ്പോൾ ഈ മിസൈലിന്റെ എയർ ടു എയർ മിസൈലിന്റെ വാർഹെഡ് പൊട്ടിത്തെറിക്കുകയും ലക്ഷ്യസ്ഥാനം പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴുള്ള ആധുനിക ആന്റി ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ അത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മിസൈൽ അതിന്റെ സമീപത്തേക്ക് എത്തുമ്പോൾ തന്നെ ഈ റേഡിയോ തരംഗങ്ങൾ ആ മിസൈലിൽ നിന്നും വരുന്നത് ഈ വിമാനം
അത് വിമാനത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. എന്നിട്ട് വിമാനം അത് പൈലറ്റിനെ അലർട്ട് ചെയ്യും. അങ്ങനെ അലർട്ട് ചെയ്യുമ്പോൾ ജാമിങ്, സ്പൂഫിങ് തുടങ്ങിയ ടെക്നോളജികളുടെ സഹായത്തോടു കൂടി ഈ വരുന്ന ആന്റി എയർക്രാഫ്റ്റ് മിസൈലിനെ ഈ വിമാനം നിർവീര്യമാക്കുന്നു, അല്ലെങ്കിൽ വഴിതിരിച്ചു വിടുന്നു. അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട്. എല്ലാ മിസൈലും ആന്റി ഈ വാർഫെയറിൽ നശിച്ചു പോകണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അതിലൊരെണ്ണം വിമാനത്തെ തകർത്തൊന്നും ഇരിക്കാം. പക്ഷെ വിമാനത്തിന് രക്ഷപ്പെടാൻ ഒരുപാട് പഴുതുകൾ ഉണ്ടാകും. ഇവിടെ ഈ അസ്ത്ര MK2 അങ്ങനെയുള്ള സംവിധാനം മാത്രമല്ല ഉപയോഗിക്കുന്നത്. അത് വളരെ ദൂരത്ത് നിന്നും ഇതുപോലൊരു റേഡിയോ തരംഗങ്ങൾ വഴി ഒരു റഡാർ സീക്കർ, റേഡിയോ സീക്കർ വെച്ചിട്ട് അത് വിമാനത്തെ ലൊക്കേറ്റ് ചെയ്യുന്നു. പക്ഷെ വിമാനത്തിന്റെ ലക്ഷ്യസ്ഥാനത്തിന്റെ അടുത്തെത്തുമ്പോൾ പിന്നീട് അത് ഉപയോഗിക്കുന്നത് ഇലക്ട്രോ ഓപ്റ്റിക്കൽ സീക്കറും ഇൻഫ്രാറെഡ് സീക്കറുമായിരിക്കും. അപ്പോൾ ഇതിന്റെ ഒരു പ്രവർത്തനം തിരിച്ചറിയുക വളരെ ബുദ്ധിമുട്ടാണ്. റേഡിയോ ഫ്രീക്വൻസി ആണെങ്കിൽ അത് ആ വിമാനത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ വിമാനത്തിലെ റഡാർ അത് തിരിച്ചറിയും. പക്ഷെ ഇപ്പൊ ഈ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ആണെങ്കിൽ അത് ഫോട്ടോ എടുത്തിട്ടാണ് അത് തിരിച്ചറിയുന്നത്. അതുപോലെ ഇൻഫ്രാറെഡ് സീക്കറുകൾ വിമാനത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ചൂടാണ് ആ ഈ മിസൈല് വിമാനത്തിന്റെ അരികിലെത്തുമ്പോൾ റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നില്ല. അത് കാരണം വിമാനത്തിന് ഇങ്ങനെ ഒരു മിസൈൽ അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളത് വിമാനം തിരിച്ചറിയുന്നു. ഇവിടെ ഇതൊരു വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. കാരണം ഒരു മിസൈലിനകത്ത് ചെറിയ ഒരു ഇൻഫ്രാറെഡ് സീക്കർ വേണം, വളരെ ചെറിയ ഒരു റേഡിയോ ഫ്രീക്വൻസി റഡാർ സീക്കർ വേണം, അത്തരം റേഡിയോ ഫ്രീക്വൻസി സീക്കർ വേണം. അതുപോലെ ഒരു മൈക്രോ ഓപ്റ്റിക്കൽ സീക്കർ വേണം. ഇതെല്ലാം കൂടി ഒരു മിസൈലിന്റെ അറ്റത്ത് ഒതുക്കി നിർത്തുക എന്നുള്ളത് അതീവ ശ്രമകരമായ സാങ്കേതിക വിദ്യയാണ്. ഇതിന്റെ മൈക്രോ രൂപങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതത്ര നിസ്സാര കാര്യങ്ങളല്ല. അപ്പോൾ ഇതാണ് ഇവിടെ ശരിക്കു പറഞ്ഞാല് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു സാങ്കേതിക വൈദഗ്ധ്യം ഇന്ത്യ നേടിയെടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ അസ്ര MK2 അത് ദൂരപരിധിയിൽ മാത്രമല്ല അതിനുള്ള മികവ്. അസ്ത്ര MK1ന്റെ 160 പകരം 220 കിലോമീറ്റർ ദൂരത്ത് വെച്ച് തന്നെ വിമാനത്തെ ആക്രമിക്കാൻ പറ്റുമെന്നുള്ളതല്ല അതിന്റെ മികവ്. അതൊരു മികവ് മാത്രമാണ്. അതിന്റെ യഥാർത്ഥ മികവ് ഇതാണ്: 3 തരത്തിലുള്ള സീക്കറുകൾ ഒരേ സമയം ആ മിസൈലിൽ പ്രവർത്തിക്കുകയും അത് ഏത് ലെവലിലും അത് ഒരു നോ എസ്കേപ്പ് സോൺ സൃഷ്ടിക്കും. എത്ര ദൂരത്തായോ ടെർമിനൽ ഫേസിലും അത് തന്നെ 200 കിലോമീറ്ററിൽ അപ്പുറത്ത് ഒരു നോ എസ്കേപ്പ് സോൺ സൃഷ്ടിക്കും. ഇവിടെ ഇപ്പൊ 500 കിലോമീറ്റർ റേഞ്ച് ഉണ്ടാക്കാൻ പോകുന്ന ഭാവിയിലെ മിസൈലുകളുടെ പോലും നോ എസ്കേപ്പ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 180 കിലോമീറ്റർ ആയിരിക്കും. പക്ഷേ വെറും 240 കിലോമീറ്റർ റേഞ്ച് ഉള്ള ഒരു മിസൈലിന്റെ നോ എസ്കേപ്പ് സോൺ 240 കിലോമീറ്റർ തന്നെ ആയിരിക്കും. അതായത് ആ മിസൈലിൽ നിന്ന് രക്ഷപ്പെടാൻ അത്ര എളുപ്പമല്ല. ഇതാണ് അസ്ത്ര MK2 മറ്റു മിസൈലുകളിൽ നിന്നും തികഞ്ഞ വ്യത്യാസം ഉള്ള മിസൈലാണെന്നും ഇതിൽ നിന്നും പാകിസ്ഥാന്റെയോ ചൈനയുടെയോ വിമാനങ്ങൾക്കൊന്നും അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുന്നു. ഈ സ്റ്റെൽത്ത് വിമാനമാണെങ്കിലും റേഡിയോ ഫ്രീക്വൻസിയാണ് സ്റ്റെൽത്ത് വിമാനങ്ങൾ പലതും തടുക്കുന്നതും അല്ലെ അവയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതും. പല സ്റ്റെൽത്ത് വിമാനങ്ങൾക്കും ഇൻഫ്രാറെഡ്, അതായത് ചൂട് അതിൽ നിന്നും വമിക്കുന്നുണ്ട്. അപ്പോ ആ ചൂട് വമിക്കുന്ന വിമാനങ്ങൾ, ആ ചൂട് കാരണം ഈ വിമാനങ്ങൾ ഈ മിസൈലിന്റെ ശ്രദ്ധയിൽപ്പെടും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇപ്പോ ഈ ഇറാൻ യുദ്ധത്തിൽ ഇറാന്റെ ചില പഴയ ഇൻഫ്രാറെഡ് സീക്കർ മാത്രമുള്ള ഒരു മിസൈല് അമേരിക്കയുടെ F-35 തകർത്തു. അപ്പോ അത് അമേരിക്ക പോലും സമ്മതിച്ചു. പക്ഷെ ആ മിസൈലിനെ അത് പല മിസൈലുകൾ പോയപ്പോ ഒരെണ്ണം കൊണ്ടുപോകുന്നുള്ളേ ഉള്ളൂ. ഈ അസ്ര MK2 കാര്യത്തിൽ അങ്ങനെയാണ്. അസ്ര MK2 ഏത് തരത്തിലുള്ള വിമാനത്തെയും പലതരത്തിലുള്ള സീക്കറുകൾ ഒരേ മിസൈലിൽ സംയോജിപ്പിച്ചിരിക്കുന്ന കാരണം അത് അതിന്റെ പരിധിയിൽ നിന്നും ഒരു വിമാനത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല. അത് മാത്രവുമല്ല, ഇത് സാധ്യമാക്കിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇപ്പൊ ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസർ ഒരു ഫോട്ടോ എടുത്താൽ അത് ഈ വിമാനം തന്നെ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത്. അവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യൂസ്.
അതായത് വിമാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓൺബോർഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം അത് വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. അപ്പം സാങ്കേതികതയുടെ ഒരു വിപ്ലവമാണ് ഈ അസ്ത്ര MK2. ദൂരപരിധി മാത്രമല്ല, കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്തെ ഐഡന്റിഫൈ ചെയ്യുന്നതിലും ലക്ഷ്യസ്ഥാനത്തെ തകർക്കുന്നതിലും ഒക്കെ ഞാൻ ഈ പറഞ്ഞ വിവിധ തരം സെൻസറുകൾ സംയോജിപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വിവരത്തെ ഓൺബോർഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം കൊണ്ട് അത് വെരിഫൈ ചെയ്യുകയും മൊത്തത്തിൽ ഇതിനെ നമ്മുടെ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റമായിട്ടും സമീപത്തുള്ള അവാക്സ് വിമാനമായിട്ടും അതുപോലെ മാതൃ വിമാനം, ഏത് വിമാനത്തിൽ നിന്നാണോ ഇത് അയക്കുന്നത് ആ വിമാനവുമായിട്ടും ടു വേ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന വളരെ കൃത്യമായ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഒരു എന്താണ് ഒരു 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 പ്രപഞ്ചമാണ് ഈ അസ്ത്ര MK2 ഒരുക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ മെച്ചുറിംഗ് ആയിട്ടുള്ള ഈ ഒരു ടെക്നോളജിയുടെ പ്രതിഫലനമാണ് അസ്ത്ര 2. അസ്ത്ര 2നെ തുടർന്ന് ഇന്ത്യ അസ്ത്ര 3 വരുന്നുണ്ട്. റാംജെറ്റുള്ള 300-350 കിലോമീറ്റർ റേഞ്ചാണ് അതിനുള്ളത്. അതിനുശേഷം ഇപ്പോൾ അസ്ത്ര 4 അതും ഇന്ത്യ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അസ്ത്ര 4 500 കിലോമീറ്ററിന് മേലെ റേഞ്ചുള്ള ഒരു മിസൈൽ ആയിരിക്കും. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ നമുക്ക് ഇത്തരം മിസൈലുകളുടെ കൂടുതൽ വിശദമായ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. എല്ലാവർക്കും നമസ്കാരം.